ഹലോ ഡിയേഴ്സ്, ഇന്നെൻ്റെ ടീം ഡിന്നറായിരുന്നു. ലെയർ വെച്ചിട്ടായിരുന്നു ഡിന്നർ. അതിന് കോംപ്ലിമെൻ്ററി സൂപ്പാണ് ഫസ്റ്റായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇത് കാബൂളി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമായിരുന്നു അത്. അതിനുശേഷം കുറച്ച് പൊറോട്ട, ഞാൻ പറഞ്ഞിട്ടുള്ള 3 പൊറോട്ടയും ഡ്രൈ ഫ്രൂട്ട് ക്യൂനാണ് ഡെസേർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ബീഫ് ഹുനാൻ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മലായി ടിക്ക, അതാണ് നമ്മൾ സ്റ്റാർട്ടറായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയാണ്. എല്ലാം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളുടെ ടീമിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഐറ്റംസ് മാത്രം മതി, അതാകുമ്പോൾ നമുക്ക് വേസ്റ്റേജ് വരത്തില്ല. ആൻഡ് ദാറ്റ് ഐഡിയ വാസ് വെരി സക്സസ്ഫുൾ ബിക്കോസ് നമുക്കൊന്നും തന്നെ വേസ്റ്റ് വന്നില്ല. ഇപ്പോൾ റൈസ് ഐറ്റംസ് ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നൂഡിൽസ് ഒക്കെ വേസ്റ്റ് വരും. അപ്പോൾ ദിസ് ഐഡിയ വാസ് വെരി നൈസ്. അങ്ങനെ ഞാൻ പൊറോട്ടയാണ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ അതിനുശേഷം ഇത് കാബൂളി എന്ന് പറയുന്നൊരു ഐറ്റമാണ്. ഇത് നാൻ പോലത്തെ ഉള്ള ഒരു ബ്രെഡ് ഐറ്റത്തിനകത്ത് ക്യാരറ്റും പിന്നെ കുറച്ച് വൈറ്റ് എള്ളും പിന്നെ കുറച്ച് എന്തൊക്കെയോ ഒരു ലീവ്സ്. ഇത് മട്ടനാണ്, മട്ടൻ്റെ കറിയും ബട്ടർ ചിക്കനാണ് നമ്മൾ കറിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഫിൻ്റെ ഹുനാൻ. ഇതിൽ ഞാനൊരു എല്ല് പീസ് ഉണ്ടായിരുന്നു. എല്ല് ഞാനിങ്ങനെ തട്ടി നോക്കി അതിൻ്റെ അകത്തുനിന്ന് നല്ലി കിട്ടുന്നുണ്ടോയെന്ന്, പക്ഷേ ഒരു പുല്ലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. എന്നിരുന്നാലും നല്ലൊരു ഗ്രേവി, അത്ര ഇതല്ല, ഒരു ആവറേജ് ഉണ്ടായിരുന്നുള്ളൂ ഗ്രേവി. എന്നിരുന്നാലും സൂപ്പറായിരുന്നിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ഇതായിരുന്നു. ഇത് ആണ് ഡ്രൈ ഫ്രൂട്ട് ക്യൂൻ. മുകളിൽ വെച്ചിരിക്കുന്ന ഐസ്ക്രീം ഇച്ചിരി ഹെവിയാണ്. ഇത് ഞാൻ എല്ലാവർക്കും കൊടുത്താണ് ഐസ്ക്രീം ഇച്ചിരി തീർത്തത്. തീരാൻ ഒരുപാട് ടൈം എടുത്തു. നിറയെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ കഴിച്ച് താഴേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നിറയെ കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും എല്ലാ ഐറ്റംസും കൂടെ ഷെയർ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണല്ലോ നമുക്ക് സ്ഥിരം. ഇതൊരു വാനില സ്പഞ്ച് പോലെ എന്തോ ഒരു സംഭവമാണ്. പക്ഷേ ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഡെസേർട്ടിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഐറ്റമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മുകളിലത്തെ ആ ഒരു ജാമാണോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇത് ഒരു ചോക്കോ നട്ട് അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.